ഹലോ വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച് കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീ അത്രയും നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തതിന്. അപ്പം ഇനിയും എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോങ് വീഡിയോസ് ഞാൻ കൂടുതൽ ഇതേപോലത്തെ പ്രോഡക്ട്സും അതേപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് കാണിക്കുന്നതും പിന്നെ ഇതേപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാം കേട്ടോ. ഷോർട്സ് ആയിരിക്കും ഫുഡ് കാര്യം, അത് റെഗുലറായിട്ട് ഡെയിലി ഞാൻ ഇടാറുണ്ട് ഷോർട്സ്. അപ്പം അത് ഫുഡ് ഐറ്റംസും ചില സമയത്ത് ഇങ്ങനെ ഓരോ പ്രോഡക്ട്സ് കാണിക്കുന്നത് ഇടാം. അപ്പം സോ താങ്ക് യു. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണ പ്രോഡക്റ്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് അല്ല, എല്ലാം കുറച്ച് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പ്രോഡക്റ്റ്സ് ആണ് ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാറ്. ഡെയിലി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മിക്കപ്പോഴും യൂസ് ചെയ്യണ പ്രോഡക്റ്റ്സ്. അപ്പം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്തേക്കണം. ഞാൻ ലിങ്ക് എല്ലാം ഞാനിപ്പോൾ പറയാൻ പോണ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ. സോ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. ചാപ്സ്റ്റിക്ക് എന്ന് പറയണത്. നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കണ ലിപ് ബാം യൂസ് ചെയ്യാൻ. എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പം റോസ് വാട്ടറാണ് യൂസ് ചെയ്യാൻ പോണത്. സോ ഞാൻ എപ്പോഴും ടോണറായിട്ട് റോസ് വാട്ടറാണ് യൂസ് ചെയ്യണത്. റോസ് വാട്ടർ വാങ്ങിച്ചിട്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ബോട്ടിൽ വാങ്ങിച്ചേക്കണം കേട്ടോ. ഇത് തേമൂന്നാണ് ഈ ബോട്ടിൽ വാങ്ങിച്ചേക്കണത്. അപ്പോൾ റോസ് വാട്ടർ വാങ്ങിച്ചിട്ട് ഞാൻ ഈ ബോട്ടിലിൽ ഇട്ട് വെക്കും. സോ എളുപ്പമായിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്യാമല്ലോ, സ്പ്രേ ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ. സോ എപ്പോഴും ഞാൻ റോസ് വാട്ടറാണ് ടോണറായിട്ട് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് സെറോ ഇട്ട് ഞാൻ ഓർഡിനറിയുടെ ഹൈഡ്രോണിക് ആസിഡാണ് യൂസ് ചെയ്യാറ്. ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് സ്കിൻ കെയർ അങ്ങനെ യൂസ് ചെയ്യാൻ ഭയങ്കര സ്കിൻ കെയർ ചെയ്യാൻ ടൈം കിട്ടാറില്ല വർക്കിനൊക്കെ പോണതുകൊണ്ട്. പക്ഷേ ഇത് ഞാൻ ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. ബട്ട് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇതിപ്പം ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ, സെറോ ഇട്ട്. സോ കുറച്ച് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അത്രയും നല്ല സപ്പോർട്ടാണ് തന്നതിന് ഒരുപാട് താങ്ക് യു. ഞാൻ വീണ്ടും താങ്ക്സ് പറയണേണ്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടപ്പെടണേന്ന് തോന്നുന്നു. സോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലിടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹൈഡ്രോണിക് ആസിഡ് ഇട്ട് കഴിഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും, ലൈക്ക് സ്കിൻ കെയർ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇടണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞ് സെറം ഇട്ട് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാനിവിടെ യൂസ് ചെയ്യണത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യണത്. ഞാനിത് 3-4 ഇയേഴ്സായി ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണത് ഈ മോയ്സ്ചറൈസറാണ്. പക്ഷേ ഇനി ഞാൻ വേറെ ഇത് ട്രൈ ചെയ്യും എന്തായാലും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ മോയ്സ്ചറൈസർ. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചേക്കണതാണ്. കുറേ ബോട്ടിൽ ഇതേപോലെ കൊണ്ടുവരും. നാട്ടിൽ പോകുമ്പം ഇതേപോലെ വാങ്ങിച്ചിട്ട് വരും. അപ്പം എന്ത് പ്രോഡക്റ്റ് ഇടുമ്പോഴും കഴുത്തിലും ഇടുക. അപ്പം നല്ലോണം ബ്ലെൻഡ്, ഇപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഞാൻ കഴുത്തിലും ഇടും. അപ്പം നന്നായിട്ട് മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ആവുമല്ലോ. സൺസ്ക്രീൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. സൺസ്ക്രീൻ എപ്പോഴും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണത്. ഇനിയും ഇത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യണത്. വേറെ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് അത്രയും ഇഷ്ടമാണ്. എനിക്കറിയാം നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇത് 2000 എബോവ് ആണ്, 50 ml കിട്ടുള്ളൂ. ബട്ട് ഇത് അത്രയും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെയും യൂസ് ചെയ്ത് നോക്കാം. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇത് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇനി ചാൻസ് ഇല്ല വേറെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീനൊക്കെ എനിക്ക് പറയാം. വേറെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് മാറ്റണം, ട്രൈ ചെയ്യണം എന്നൊക്കെ എനിക്കും പറയാം കമൻറ്റിലൂടെ. ബട്ട് ഞാൻ സൺസ്ക്രീൻ മാറ്റില്ല, ബാക്കിയെല്ലാം ഞാൻ മാറ്റാൻ ശ്രമിക്കാം. കാര്യം എനിക്ക് മോയ്സ്ചറൈസറൊക്കെ വേറെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും റെഗുലറായിട്ട് അത് തന്നെയാണല്ലോ യൂസ് ചെയ്യണത്. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ എപ്പോഴും മാറ്റി മാറ്റി വാങ്ങിക്കും, അല്ലെങ്കിൽ കുറേ വാങ്ങിക്കാറുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി. സോ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ സ്കിൻ ടിൻ്റാണ് യൂസ് ചെയ്യണത്. സോ
സ്കിൻ ടിൻ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും സ്കിൻ ടിൻ്റ് യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ ഒട്ടും യൂസ് ചെയ്യാറില്ല. സ്കിൻ ടിൻ്റ് വർക്ക് പ്ലേസിൽ എപ്പോഴും നമ്മൾ വർക്കിൽ പോകണതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇതേപോലെ പുറത്തേക്ക് പോകുമ്പോഴാണ് യൂസ് ചെയ്യാറ്. അപ്പം സ്കിൻ ടിൻ്റാണ് ഞാൻ പിന്നെയും കൂടുതൽ യൂസ് ചെയ്യണം. ഇതിൽ വൈറ്റമിൻ സിയും കൂടി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മേബിലൈൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ കൂടുതൽ. കാര്യം അതത്ര നമുക്ക് എന്താ പറയണ, പ്രൈസും അത്ര കൂടുതലല്ല, പക്ഷേ നല്ല പ്രൊഡക്ട്സാണ് മേബിലൈൻ്റെ. സോ ഞാൻ മേബിലൈൻ ഫാനാണ്. ഞാൻ കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതലും മേബിലൈൻ പ്രൊഡക്ട്സാണ്. പക്ഷേ ഇവിടെ ഞാൻ ആകെ സ്കിൻ ടിൻ്റ് മാത്രമാണ് ഇപ്പം മേബിലൈൻ്റെ യൂസ് ചെയ്യണത്. അപ്പം വർക്ക് പ്ലേസിൽ ഞാൻ ആകെ ടോണർ, എസെൻസ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 4 പ്രോഡക്റ്റ്സ് മാത്രം ഇട്ടിട്ടാണ് പോകാറ്. ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ഈ സ്കിൻ ടിൻ്റും യൂസ് ചെയ്യും. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ പുറത്ത് പോകുമ്പോൾ എനിക്ക് തോന്നണ പോലെ മൂഡ് അനുസരിച്ചായിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യണത്. അപ്പം നമ്മൾ സ്കിൻ ടിൻ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പം ഇവിടെ ഞാൻ ഐബ്രോ ചെയ്യണത് പവർ ബ്രോ, റെവല്യൂഷൻ്റെ പവർ ബ്രോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണും. കണ്ടവർക്കറിയാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് എൽഫിൻ്റെ പെൻസിലാണ്. ഇന്നിപ്പം ഞാൻ ജസ്റ്റ് മാറ്റി ഇത് ഇടാം എന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് ക്യാമറ നോക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഐബ്രോ നന്നായിട്ട് വലുതായിട്ടുണ്ട്. സോ ത്രെഡ് ചെയ്യണം. ടൈമില്ലാത്ത കൊണ്ടാണ് ചെയ്യാത്തത്. ഇന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് മിക്കവാറും ചെയ്യില്ല. നെക്സ്റ്റ് സൺഡേ സാറ്റർഡേ വർക്കുണ്ട്. അപ്പം സൺഡേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേന്. ഇന്നിപ്പം കുറച്ച് ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ചെയ്യാം കേട്ടോ. എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടാൻ. അപ്പോൾ ബ്ലഷ് ഞാൻ എൽഫിൻ്റെ ബ്ലഷാണ്. എൻ്റെ കയ്യിൽ പൗഡർ ബ്ലഷ്, ക്രീം ബ്ലഷ് എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് കൂടുതൽ പൗഡറേക്കാളും ക്രീം ബ്ലഷാണ് ഇഷ്ടം. കാര്യം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നായതുകൊണ്ട് എനിക്ക് പൗഡറായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. മേ ബി അതായിരിക്കാം. ഡ്രൈ സ്കിൻകാർക്ക് എനിക്ക് തോന്നുന്നു ക്രീം ബ്ലഷൊക്കെ ആയിരിക്കും ചേരുന്നത്. ബ്ലഷ് ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ. ബ്ലഷ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്ലഷും ഐ ഷാഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഐ ഷാഡോ ഒന്നും ചെയ്യണം. ഇന്ന് ഞാൻ സൽവാറാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് സൽവാറൊക്കെ ഇടാമല്ലോ. അപ്പം പിന്നെ നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കണത്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോഴല്ലേ നമുക്ക് ഈ സമ്മർ ടൈമിലല്ലേ സൽവാറൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സൽവാർ ഇടാൻ കൊതിയായതുകൊണ്ട് ഞാൻ സൽവാർ ഇട്ടിട്ടാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോണത്. അടുത്ത നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യണത് എൽഫിൻ്റെ എക്സ്പേർട്ട് ലിക്വിഡ് ഐലൈനർ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഐലൈനർ ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രം ഒരു 2 വര വരച്ചത്രയിൽ. സോ നെക്സ്റ്റ് ഞാൻ മസ്കാര യൂസ് ചെയ്യണത് മ്യൂവയുടെ ലോങ് ലാസ്റ്റിംഗ് കേൾ മസ്കാരയാണ്. എനിക്കിത് നാട്ടിലില്ലെന്നാണ് തോന്നുന്നത്. ഈ മേബിലൈൻ്റെ ഞാൻ കാണിച്ചതും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതും നാട്ടിലില്ലാത്ത പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. പക്ഷേ മിക്കതും നാട്ടിലുള്ള പ്രൊഡക്ട്സാണ് എപ്പോഴും കാണിക്കാറ്. കാര്യം എനിക്കും നാട്ടിലുള്ള പ്രൊഡക്ട്സ് ഇപ്പം ഇവിടെ വീഡിയോ ചെയ്യുമ്പം എന്തായാലും നാട്ടിലുള്ള പ്രൊഡക്ട്സ് ഞാൻ ചെയ്യാറുള്ളൂ. ചില ഐറ്റംസ് മാത്രം ഞാൻ ഇവിടെ ഉള്ളത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇന്ന പ്രോഡക്റ്റ്സ് അടിപൊളിയാണെങ്കിൽ എന്നോട് പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേപോലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കലാണ് എൻ്റെ ഏറ്റവും. പക്ഷെ ഞാനത് എന്താ പറയുക, അത് ഫുൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ബട്ട് എനിക്ക് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകെ ഞാൻ സ്പെൻഡ് ചെയ്യണത് മേക്കപ്പ് പ്രോഡക്ട്സിനാണ്. ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് പോകണം, വേറെ ഒന്നുമല്ല. എനിക്കിങ്ങനെ ക്യാമറ ഇതേപോലെ സംസാരിച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് മിറർ നോക്കിയിട്ട് മര്യാദക്ക് മേക്കപ്പ് ചെയ്യണത്. സോ നെക്സ്റ്റ് ഞാൻ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇനി ചെറിയൊരു പൊട്ട് തൊട്ടേക്കാം. സൽവാറല്ലേ ഇടുന്നത്, ഞാനിങ്ങനെ
ഒരു കുഞ്ഞിപ്പൊട്ട് ഇടയ്ക്ക് ഞാൻ വർക്ക് പ്ലേസിൽ ഈ കുഞ്ഞിപ്പൊട്ട് ഇടാറുണ്ട്. സോ ഞാൻ ഇനി ഇത്രയേ ഉള്ളല്ലോ, കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു, ഇത്രയില്ലെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇന്നിപ്പോൾ എത്രയൊക്കെ മതി. ഇന്നിപ്പോൾ സിമ്പിൾ മേക്കപ്പ് അല്ല, അപ്പോൾ ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് പെർഫ്യൂം ഇട്ടാലോ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് ഹ്യൂഗോ ബോസിൻ്റെ ഡീപ്പ് റെഡ് ആണ്. ഇത് നല്ലതാണ് കേട്ടോ, എനിക്ക് തോന്നാൻ എനിക്കിഷ്ടമാണിത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എൻ്റെ ഹെയറൊക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം. ഒരു നെക്ക് പീസ് ഇടണോ കമ്മലിടണോ എന്ന് ആലോചിക്കാം, എന്നിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. സോ റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒരു നെക്ക് പീസും ഒരു ബാംഗിളും ഒരു വാച്ചും, ഇത്രയുള്ളൂ. ഇതുപോലത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഹോൾ വീഡിയോ, പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എല്ലാം കാണിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ബൈ.